ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് രാത്രികാലം മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് ജീവിതത്തിൽ ഇങ്ങനെ ഒരു സമയം ദൈവം അനുവദിച്ചു തന്നത് ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. എല്ലാവരും നന്ദി പറഞ്ഞാട്ട് കർത്താവ് നമുക്ക് ഒരുക്കുന്ന അവസരങ്ങളാണ്, ദൈവം നമുക്ക് തരുന്ന സമയങ്ങളാണിത്. വിലപ്പെട്ട സമയമായിട്ട് ഞാൻ കരുതുന്നു. ഞാൻ ഇതിനു വേണ്ടി ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി, ദൈവമേ, ഇതുവരെയും ഞാൻ ചെയ്തതും ചിന്തിച്ചതുമായ കാര്യങ്ങളുടെ അപ്പുറമാണല്ലോ ദൈവത്തിന്റെ പ്ലാൻ എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം എൻ്റെ ജീവിതത്തിൽ ഇതിടയായപ്പം ദൈവത്തിന് ഒത്തിരി നന്ദി പറഞ്ഞു. എല്ലാവരും നന്ദി പറഞ്ഞാട്ടെ. ഇത് നമ്മള് കൂടി വന്നവർ, എനിക്കറിയാം, ശുശ്രൂഷയ്ക്കായി ഒരുങ്ങേണ്ട സഹോദരിമാര്, ഈ അന്ത്യകാലത്ത് കർത്താവ് കരങ്ങളിൽ എടുക്കാൻ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ സമർപ്പിക്കുന്ന സഹോദരിമാരാണ് കടന്നു വന്നിരിക്കുന്നത്. എനിക്ക് നന്നായിട്ട് അറിയാം. സമയമൊക്കെ വളരെ തിരക്കുള്ളവർ ഇതിനകത്തുണ്ട്. പ്രത്യേക IPC റീജിയന്റെ 7 ചർച്ചുകളുടെ റെപ്രസെന്റേറ്റീവ്സ് ഇതിനകത്തുണ്ട്. വൈസ് പ്രസിഡന്റ് ആയിട്ട് സൂസൻ ജോർജ് ആന്റി ഉണ്ട്. മഞ്ജു ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഡ്യൂട്ടി ആയിട്ട് അല്പം ക്ലേശത്തിലായിരിക്കുന്നു. മഞ്ജു സെക്രട്ടറി ആണ്. കൂടാതെ നമ്മുടെ ബ്ലസ്സി ഉണ്ട്, അതുപോലെ കൃപജയുണ്ട്, ലാലിയുണ്ട്, നമ്മുടെ ഫേബയുണ്ട്. സ്തോത്രം. എനിക്ക് കാണാൻ പറ്റുന്നവരെയൊക്കെ ഞാൻ എല്ലാവരെയും, ഞങ്ങളുടെ റീജിയൻ ഒന്നിച്ച് നല്ല ഒരു പ്രവർത്തനം ഇവിടെ നടക്കുന്നു. ഇവര് കഴിഞ്ഞ ഞങ്ങളുടെ ആനുവൽ മീറ്റിങ്ങിന് മെസ്സേജ്, അല്പസമയം മെസ്സേജ് കഴിഞ്ഞപ്പോൾ എന്നോട് വന്ന് 1-2 സഹോദരിമാര് പറഞ്ഞു, ആന്റി, ഞങ്ങൾക്കും കൂടെ ദൈവത്തിന്റെ വേല ചെയ്യാൻ ആഗ്രഹമുണ്ട്. ആന്റിയുടെ ജീവിതത്തിൽ കൂടെ, അല്ലെങ്കിൽ ദൈവവചനം എങ്ങനെയാണ് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നത്, എങ്ങനെയാണത് ആന്റി മാത്രം ഉൾക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങളോട് ഷെയർ ചെയ്യണമെന്ന്. ശരിക്കും പറഞ്ഞാൽ അന്ന് എൻ്റെ ഹൃദയത്തിന്റെ ദൃഷ്ടി ഒന്നുകൂടെ ഒരു വിഷൻ, ക്ലിയർ വിഷൻ അതിനകത്ത് ലഭിപ്പാൻ എന്നോട് ഒത്തിരി പേർ റിക്വസ്റ്റ്, കൂടാതെ ഗ്രൂപ്പിലുള്ളവരും ഒക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ നിയോഗപ്രകാരമാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇത് മാസത്തിൽ ഇപ്പൊ ഒരു ദിവസമോ അല്ലെങ്കിൽ ചിലപ്പം 2 ദിവസമോ ഒക്കെ ആയിരിക്കും. നമ്മൾ ഇനി മാർച്ച് ഫസ്റ്റ് വീക്കിലേ ചെയ്യത്തുള്ളൂ. അതെല്ലാം നിങ്ങൾക്ക് റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ അടുത്ത ആഴ്ച US കടന്നു പോകുന്നു. എങ്കിലും ഏത് സമയമാണെങ്കിലും എനിക്കിത് വേർതിരിച്ചിരിക്കാൻ ഇത് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന, വിലപ്പെട്ട പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു. കാരണം ഇത്രയും സഹോദരിമാരെ യേശുവിന് ഉപയോഗിക്കത്തക്കവണ്ണം ആവശ്യമുണ്ടെങ്കിൽ ഞാനത് ഭയങ്കര സന്തോഷത്തോടെയാണ് ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്നത്. കാരണം കർത്താവിന് ഉപയോഗിക്കാൻ ഒത്തിരി വേലകൾ പെൻഡിങ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ പെൻഡിങ് ഉണ്ട്. അതെല്ലാം ചെയ്തെടുക്കുവാൻ ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാം അഭിഷേകം ചെയ്യട്ടെ. സ്തോത്രം. അതിനുവേണ്ടി ഞാൻ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, നമ്മുടെ ഈ ചുരുങ്ങിയ സമയമേ ഉള്ളൂ, നമുക്ക് 1 hour ഉള്ളൂ. അതിനകത്ത് നമുക്ക് 45 minutes ഈ കാര്യത്തിന് വേണ്ടി നമ്മൾ വേർതിരിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ട് കടന്നു വന്ന എല്ലാവരും മറ്റൊരു ഉദ്ദേശത്തോടെ വന്നതല്ല, ദൈവത്തിന് എന്തെങ്കിലും എനിക്ക് ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥനയോടെ വന്ന നിന്റെ ദാസിമാരാണെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾക്ക് തന്ന നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ കുഞ്ഞുങ്ങളെ സമയം വേർതിരിച്ച് കടന്നു വന്നത് കർത്താവേ, അവർക്ക് യേശുവിന്റെ പാദവിടെ ഇരുന്ന് വചനം പഠിച്ചവരെ യേശു കർത്താവെ കൈവിട്ടില്ല. കർത്താവെ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഏതെല്ലാം കാര്യങ്ങൾക്ക് പ്രതിസന്ധി വന്നു അതിലെല്ലാം ദൈവം അവരുടെ കൂടെ ഇരുന്നു. താവെ, ഓരോ സഹോദരിമാരെ, ഓരോ കർത്താവിന് വേണ്ടി ശോഭിക്കുന്ന ഒരു വലിയ അനുഭവത്തോടെ ഈ അന്ത്യകാലത്ത് കർത്താവെ ഒരു ദൈവത്തിന്റെ ശക്തീകരണം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. കർത്താവിനോട് സംസാരിക്കുന്നവർക്ക് ദൈവത്തിന്റെ ശക്തി പകർന്നു കൊടുക്കുമല്ലോ കർത്താവെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തിയാണ് ഞങ്ങൾക്ക്, ഹോളി സ്പിരിറ്റിന്റെ ശക്തിയാണ് ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത്. ഇന്ന് രാത്രി കടന്നു വന്നവരെ അതിനായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ റീജിയന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരെയും ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ. നിന്റെ ദാസിമാര് കർത്താവെ കടന്നു വന്നത്, അതുപോലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന്, വിവിധ സ്ഥലത്ത് നിന്ന് കടന്നു വന്നവ എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണം. മഹത്വമെല്ലാം അങ്ങോട്ടും പ്രാർത്ഥന. ആമേൻ, ആമേൻ. നമുക്കൊരു വാക്യം വായിച്ചുകൊണ്ട് സ്തോത്രം, ദൈവവചനത്തിനോടുള്ള
ബന്ധപ്പെട്ട് മാത്രമാണ് ഞാൻ ഇത് പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 27, 28 വാക്യങ്ങള് നമുക്ക് സ്തോത്രം. 27-ാമത്തെ വാക്യം ആദ്യം വായിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. 27 ഇപ്രകാരമാണ്: ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ഹല്ലേലൂയ. ആ സൃഷ്ടിപ്പിന്റെ കാര്യത്തില് എന്നിട്ട് പറഞ്ഞിരിക്കുന്ന ദൈവം അവരെ അനുഗ്രഹിച്ചു. ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചെന്നാ പറഞ്ഞിരിക്കുന്നത്. ആണും പെണ്ണുമായിട്ട്. അപ്പം ഒരു ഈക്വൽ കാര്യങ്ങളാണ് അവിടെ കർത്താവ് നമ്മളെ കുറിച്ച്, എന്ന് വെച്ചാൽ സഹോദരന്മാരോട് നമ്മുടെ ഭർത്താക്കന്മാരോട് ഈക്വൽ ആയിട്ട് നിൽക്കണമെന്നുള്ളതല്ല, നമുക്കും നമ്മളെ കുറിച്ചും പർപ്പസ് ഉണ്ട്, അവരെ കുറിച്ചും പർപ്പസ് ഉണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദൈവത്തിന്റെ പദ്ധതി നമ്മളെ കുറിച്ച് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലയാ, നമ്മളെ എന്തിനാ ദൈവം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? അല്ലെ, സ്തോത്രം. 2-ാം അധ്യായത്തിലോട്ട് നമ്മൾ കടന്നു വരുമ്പോൾ വായിക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ 2-ന്റെ-18 വാക്യം വായിച്ചാട്ടെ. 2-ന്റെ-18 വാക്യം. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായൊരു തുണയുണ്ടാക്കി കൊടുക്കുമെന്ന് അരുളി ചെയ്തു. ആമേൻ, സ്തോത്രം. എല്ലാവരും മ്യൂട്ട് ചെയ്തേക്കണേ. അല്ലയാ, സ്തോത്രം. അപ്പൊ നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്ന കാര്യം, ഞാനൊരു ഇൻട്രൊഡക്ഷൻ ആണ് ഞാൻ ഇന്ന് രാത്രി പറയുന്നത്. അതായത് ദൈവം നമ്മളെ എന്തിന് സൃഷ്ടിച്ചു? ക്രിയേറ്റഡ് വിത്ത് പർപ്പസ്. നമ്മളെ വെറുതെ ഇരിക്കുന്നവരല്ല, വെറുതെ ഒരു സഹോദരിയായിട്ട് വെറുതെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ഒരു പർപ്പസിന് വേണ്ടി. എല്ലാവരും നമ്മൾ പറയുന്നത് നോട്ട് ചെയ്ത് വെക്കണം. സ്വതന്ത്രം. ഇതൊരു കണ്ടിന്യൂസ് ആയതുകൊണ്ട് നിങ്ങൾ ഇത് വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ ആഹ്വാനം ചെയ്യുക. പ്രാർത്ഥിച്ചിട്ട് വേണമല്ലോ നമ്മൾ ഇത് മനസ്സിലാക്കിയിട്ട് വെറുതെ ഇരിക്കാതെ നമ്മൾ സ്തോത്രം. ക്രിയേറ്റഡ് വിത്ത് പർപ്പസ്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് അതാണ് ദൈവം. ഗോഡ് ക്രിയേറ്റഡ് വുമൺ വിത്ത് സ്പെഷ്യൽ ക്വാളിറ്റീസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. സ്പെഷ്യൽ ക്വാളിറ്റീസ്. ഹല്ലേലൂയ, സ്തോത്രം. ക്വാളിറ്റീസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് ദൈവം ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചു കഴിഞ്ഞ് ദൈവം അവരെ അനുഗ്രഹിച്ച് എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവീൻ എന്ന് കൽപ്പിച്ചു. സ്തോത്രം. അപ്പൊ എത്ര കാര്യങ്ങളാ ദൈവം നമ്മളെ കുറിച്ച് ഇട്ടിരിക്കുന്നെന്നുള്ളത് സ്തോത്രം നമ്മൾ മനസ്സിലാക്കണം. അതാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത്. അതായത് ദൈവം നമ്മെ സൃഷ്ടിച്ചു, ആദാമിനെ സൃഷ്ടിച്ചു. അവിടെ തന്നെ സൃഷ്ടിപ്പിൽ തന്നെ പറയുക, ആദാമിൽ തന്നെ സ്ത്രീയും ഉണ്ടായിരുന്നു. എല്ലാവരും ശ്രദ്ധിക്കണേ, ആദാമിൽ തന്നെ സ്ത്രീയുമുണ്ട്. അപ്പൊ ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്, വുമൺ വാസ് ഇന്റൻഷനലി ക്രിയേറ്റഡ് ബൈ ഗോഡ് വിത്ത് എ പർപ്പസ്. ഒരു ഉദ്ദേശത്തോടു കൂടിയാണെന്ന് നമ്മൾ അന്ന് രാത്രി മനസ്സിലാക്കണം. ഞാൻ വിചാരിക്കും ഈ നാട്ടിലൊക്കെ ആൾക്കാരിപ്പോ നിരന്തരമായിട്ട് ഒരു ബോധമില്ലാതെ ആൾക്കാർ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുക. എന്തിനാണെന്ന് പോലും അറിയത്തില്ല, എന്താണെന്ന് പോലും അവരുടെ ലൈഫ് അറിയത്തില്ല. എന്നാൽ ദൈവം നമ്മളെ അഭിഷേകം ചെയ്ത് ദൈവം നമ്മളെ കൃപയിലേക്ക് കൊണ്ടുവന്ന നമ്മള് സ്തോത്രം ദൈവത്തിന്റെ പദ്ധതി മനസ്സിലാക്കിയിട്ട് അങ്ങനെയുള്ളവരെ ദൈവത്തിങ്കിലേക്ക് തിരിക്കാനുള്ള ഒരു കൃപയും കൂടെ അഭിഷേകം കൂടെ നമ്മൾ ഈ ദിവസങ്ങളിൽ ഇതിൽ കൂടെ പ്രാപിക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കും. അപ്പൊ ഒന്നാമത്തെ കാര്യം, ദൈവം ഒരു പർപ്പസോടുകൂടി നമ്മളെ സൃഷ്ടിച്ചു. രണ്ടാമത്തെ കാര്യം എന്താന്ന് ചോദിച്ചാൽ, വുമൺ വാസ് ക്രിയേറ്റഡ് ടു ബിയർ ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഓഫ് ഗോഡ്. അതായത് ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് ചിന്തിച്ചു നോക്കിക്കേ.
ദൈവം നമ്മളെ സൃഷ്ടിച്ചെന്ന്. ഓ, എത്രമാത്രം നമുക്ക് ഒന്ന് സന്തോഷിക്കാൻ കഴിയും. ദൈവത്തിന്റെ ഇമേജ് ആണെന്ന് നമ്മള്. ഹാലേ സ്തോത്രം, ഹാലേ ലൂയ്യ. അവിടെ പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ ഇമേജാ, ദൈവത്തിന്റെ ലൈക്നെസ് ഓഫ് ഗോഡ്. അതാണ് ദൈവം നമ്മളെ തന്നിരിക്കുന്ന ഒരു വലിയ ഒരു കാര്യം. ഹാലേ ലൂയ്യ, സ്തോത്രം. എത്രമാത്രം ഭാഗ്യമുള്ളവരാണെന്ന് നാം മനസ്സിലാക്കണം. ഞാൻ ഇതിനെക്കുറിച്ച് അങ്ങ് പഠിച്ചപ്പോ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സ്തോത്രം മനസ്സിലാക്കി തന്നു. ദൈവത്തിന്റെ വലിയ പദ്ധതി ദൈവം നമ്മളെ കുറിച്ച് മനസ്സിലാക്കി തരുവാൻ തക്കവണ്ണമാണ് ഇന്ന് രാത്രി നമുക്ക് മനസ്സിലാക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം സ്തോത്രം, മൂന്നാമത് പറഞ്ഞിരിക്കുന്ന വുമൺ ഈസ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് ഗോഡ്സ് ഹാലേലിയ ഡൊമീനിയൻ. അതായത് ദൈവത്തിന്റെ ആ പ്ലാനിലും പദ്ധതിയിലുമുള്ള വലിയ ഒരു എസെൻഷ്യൽ പാർട്ടാ സ്ത്രീ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു എസെൻഷ്യൽ പാർട്ട്, അതായത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യം. എല്ലാം സൃഷ്ടിച്ചു, നല്ലതെന്ന് കണ്ടു. സ്തോത്രം. പുരുഷനെ സൃഷ്ടിച്ചു. പക്ഷെ പുരുഷനോട് പറയുക, നീ ഏകനായിരിക്കുന്നത് നന്നല്ല. കണ്ടോ, നന്നല്ല എന്ന് പറഞ്ഞ ഒരു കാര്യം ഉണ്ടെങ്കിൽ പുരുഷനോടാ പറഞ്ഞിരിക്കുന്നത്. ആ പുരുഷന് ഒരു സന്തോഷവും ഒരു സമാധാനവും എന്തൊക്കെ കാര്യം പുരുഷനെ സൃഷ്ടിച്ചതിന്റെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുവാൻ ഒരു സ്ത്രീ ആയിരുന്നു അന്ന്. ദൈവം നോക്കിയപ്പം നീ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞിട്ട് സ്തോത്രം, എത്രമാത്രം ഹൃദയത്തിന്റെ സ്നേഹമാ സഹോദരിമാരെ നമ്മളെന്ന് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ, ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത്. അപ്പൊ നമുക്കൊരു തീരുമാനം എടുക്കാം, ഞാൻ എന്റെ വോക്ക് വിത്ത് ഗോഡ്സ് ഓൺ ഹാർട്ട്, ദൈവത്തിന്റെ ഹൃദയപ്രകാരം നടക്കുന്ന ഒരു സഹോദരിയായി സ്ത്രീ. കാരണം ദൈവം പുരുഷനെ സൃഷ്ടിച്ചിട്ട് സ്ത്രീയെ ഒന്നും അവക്ക് കുറച്ചു കാര്യങ്ങളും അവന് കൂടുതൽ കാര്യങ്ങളും ഒന്നും പറഞ്ഞില്ല. അവരെ ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ച് അവർക്ക് രണ്ടുപേർക്കും അധികാരങ്ങളും രണ്ടുപേർക്കും അവരെ അനുഗ്രഹിച്ചു. എന്നാൽ കൂടുതൽ അനുഗ്രഹം നമ്മളോട് പറഞ്ഞത് സന്താന പുഷ്ടി ഉള്ളവരായി പെറ്റു പെരുകി സ്തോത്രം എല്ലാത്തിന്റെ മേലും വാഴുവാനും എല്ലാത്തെ അടക്കാനും രണ്ടുപേർക്കും കൂടെ അധികാരം കൊടുത്തത്. അങ്ങനെയാണ് നമ്മൾ വെറുതെ ഇരിക്കേണ്ടവരാണോ? നമ്മൾ വെറുതെ സ്തോത്രം ജീവിതം കഴിക്കേണ്ടവരാണോ? നമ്മള് സ്തോത്രം എന്നെ കുറിച്ച് ദൈവത്തിന് ഒരു പ്ലാനും ഇല്ല, ഒരു പദ്ധതിയില്ല എന്ന് പറഞ്ഞ് നമ്മുടെ സമയം കളയേണ്ടതാണോ? നോ. ഹാലേലൂയ. അങ്ങനെയല്ല. ബീങ് ഫ്രൂട്ട്ഫുൾ ആൻഡ് മൾട്ടിപ്ലൈ. ഗോഡ് ഗേവ് വുമൺ പർട്ടിക്കുലർ കോളിംഗ്. എത്ര പേർക്ക് മനസ്സിലാക്കണ്ടേ? ഓരോരുത്തരെ കുറിച്ച് എന്റെ മുമ്പിൽ ഇരിക്കുന്ന വീഡിയോയിൽ വന്നവര് അല്ലാത്തവരെ എല്ലാവരും ഉണ്ട്. പല സാഹചര്യങ്ങളായിരിക്കുന്നവരുണ്ട്. നിങ്ങൾ ദൈവസന്നിധിയിൽ പറഞ്ഞാട്ടെ, എന്നെ കുറിച്ച് ദൈവത്തിന് പർപ്പസ് ഉണ്ട്, സ്തോത്രം, ഒരു കോളിംഗ് ഉണ്ട്. കാരണം എന്നെ ദൈവത്തിന്റെ ഇമേജ് ആൻഡ് ലൈക്നെസ്സില് അവന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചെന്നുള്ള ഇന്ന് രാത്രി നിങ്ങളുടെ ഹൃദയത്തിനകത്ത് എഴുതി വെക്കണം. സ്തോത്രം. ദൈവത്തിന്റെ വചനം കൂടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് നോക്കാം. വൈ വാസ് എ വുമൺ മെയ്ഡ് ഫോർ ആദം? എന്തിനാണ് സ്തോത്രം ദൈവം ഒരു വുമണിനെ ആദാമിന് വേണ്ടി സൃഷ്ടിച്ചത്? സ്തോത്രം. സൃഷ്ടിച്ചതിന്റെ കാര്യങ്ങളെല്ലാം 2-ാം അധ്യായത്തിലുണ്ട്. ഞാൻ അതിലേക്കൊന്നും ദൈവവചന സൂക്ഷയല്ല. നിങ്ങൾക്കിത് നമ്മളെ ദൈവം സൃഷ്ടിച്ചതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനാ ഞാൻ ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നത്. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുക, ദ മാൻ ഈസ് എലോൺ ആൻഡ് ദാറ്റ് ഇസ് നോട്ട് ഗുഡ്. ഹല്ലേലൂയ. മനുഷ്യനെ സൃഷ്ടിച്ച നല്ലതാ, പക്ഷെ അവൻ ഏകനായിരിക്കുന്ന നന്നല്ല. ഇവിടെ വെച്ച് തന്നെ ഒരു കാര്യം നമ്മൾ നോക്കണം. ഇപ്പോൾ ഒത്തിരി പേര് ആണ് പെണ്ണ് പിന്നെ നമ്മൾ റോമാലേഖനത്തിൽ തന്നെ കാണുന്നത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ വാക്യം ദൈവത്തിന്റെ ഈ വചനത്തെ ധിക്കരിക്കുന്ന കാര്യമാണ് അവിടെ അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഓർക്കണം എല്ലാവരും. ആരെങ്കിലും സ്തോത്രം അതിനെ കുറിച്ച് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ വചനം എടുത്തു പറയണം. ദൈവം പറഞ്ഞു ആണും പെണ്ണുമായി പിന്നെ മനുഷ്യൻ ഏകനായിരിക്കുന്നു നന്നല്ല എന്ന് പറഞ്ഞ് സ്ത്രീയെ ദൈവം ആദാമിൽ നിന്ന് ഉണ്ടാക്കി. ദൈവത്തിന്റെ ഈ കരമാ സഹോദരിമാരെ ഉണ്ടാക്കിയത്. മണ്ണ് കൊണ്ട് പുരുഷനെ ഉണ്ടാക്കിയപ്പോൾ സ്തോത്രം എന്താ നമ്മളെ ഉണ്ടാക്കിയത്? ആ മനുഷ്യനിൽ നിന്ന് മനുഷ്യന്റെ ഒരു എല്ലെടുത്ത്
നീ ഭയങ്കരവും അതിശയകരമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എത്ര പേർക്ക് പറയാൻ കഴിയും? ഭയങ്കരവും അതിശയകരമായി. നമ്മുടെ ഇമാജിനേഷൻ അപ്പുറവാ. നമ്മൾ ഒന്ന് ഓർത്തു നോക്കിയേ, നമ്മുടെ കണ്ണ്, മൂക്ക്, നമ്മുടെ അകത്തുള്ള അവയവങ്ങള്. ഞാൻ ഒരു ദിവസം ഇങ്ങനെ ചിന്തിക്കാൻ നോക്കിയപ്പോ, ചിന്തിച്ചിങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് നോക്കിയപ്പോ എനിക്ക് തന്നെ വട്ടുപിടിക്കുന്ന പോലെ തോന്നി. ദൈവമേ, ദൈവത്തിന്റെ സൃഷ്ടി എത്ര വലുതാ! അകത്ത് ഇത്രയും വലിയ കാര്യങ്ങൾ, ഇത്രയും ഓർഗൻസ് സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ അമ്മയുടെ ഉദരത്തിൽ ആ കുഞ്ഞിനെ ഒന്ന് സെറ്റ് ചെയ്യുന്ന നിങ്ങള് ഈ ഇതിനകത്തൊക്കെ എടുത്ത് നോക്കിയിട്ട് പ്രാർത്ഥന കഴിഞ്ഞ് നിങ്ങൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പം തൊട്ട് അല്ലെങ്കിൽ 9 months ഒരു അമ്മയുടെ വയറ്റിൽ കിടന്ന് എങ്ങനെ വളരുന്നു, ദൈവം അതിനെ സ്തോത്രം എല്ലാ കാര്യങ്ങളും സെറ്റ് ഓരോ മാസം ഓരോ സമയം ദൈവം അതിന് സ്തോത്രം ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതൊന്ന് നിങ്ങളുടെ ഇമാജിനേഷൻ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. സ്തോത്രം ഭയങ്കര അതിശയമായി ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കാൻ അതുപോലെ ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ഒരു സ്തോത്ര അനുഗ്രഹമാണ് ആ ഒരു കുഞ്ഞിനെ ഉദരത്തിൽ തരിക എന്നുള്ളത്, അത് വളരുക എന്നുള്ളത്, അതിന് ജീവൻ കൊടുക്കുക. ലൈഫ് ഗിവറാണ് ഒരു സ്ത്രീയുടെ സ്തോത്രം ഏറ്റവും വലിയ ഒരു കാര്യം. ലൈഫ് സ്തോത്രം എത്രമാത്രം. ഇവിടെ ഞാൻ ഒന്നാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത്, 2 ചോദ്യങ്ങളാണ് ഞാൻ ആദ്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. വൈ വാസ് എ വുമൺ മെയ്ഡ് ഫോർ ആദം? ദൈവം എന്തിനു വേണ്ടി സൃഷ്ടിച്ചു? അതാണ് പറഞ്ഞത്. ഹി ഈസ് എ നീഡ് ഓഫ് എ സ്യൂട്ടബിൾ പാർട്ട്ണർ. അതാണ് തുണ എന്ന് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. ഈ വാക്യം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാതെ നമ്മൾ ചെയ്യുന്നതൊക്കെ പരാജയപ്പെട്ടു പോകും. എന്നാൽ പ്രാർത്ഥിച്ച് ചെയ്യുന്ന ഒരിക്കലും ഈ വചനം വെച്ച് ഗോഡ് ക്രിയേറ്റഡ് വുമൺ ടു ടേക്ക് അവേ ആദംസ് ലോൺലിനെസ്, അതായത് ആദാമിന്റെ ലോൺലിനെസ് മാറാൻ വേണ്ടി സ്തോത്രം സ്ത്രീയെ അവനോട് ചേർത്ത് അവനിൽ നിന്ന്, എന്തുകൊണ്ട് അവന്റെ എല്ലിൽ നിന്നും സ്തോത്രം എടുത്തെന്നുള്ളത് ഞാൻ അടുത്ത കാര്യം ചിന്തിക്കാൻ പോവുക. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ സൃഷ്ടി, ഈ ഹവ്വായുടെ ക്രിയേഷൻ സാറ്റിസ്ഫൈഡ് ആദംസ് ലോങ്ങിങ് ഫോർ കമ്പാനിയൻഷിപ്പ്. അതായത് ആദാമിനെ ദൈവം സൃഷ്ടിച്ച് കഴിഞ്ഞിട്ട് ഹവ്വായെ സൃഷ്ടിച്ചു കഴിഞ്ഞ് അവന്റെ മുന്നിൽ കൊണ്ട് നിർത്തുമ്പം തന്നെ ഒരു കാര്യം പറയും. എന്തുവാ പറഞ്ഞേക്കുന്നേ? സ്തോത്രം. എന്റെ മാംസത്തിൽ നിന്ന് മാംസം. ഒന്ന് ഓർത്ത് നോക്കിക്കുക. അന്നേരം അവന് ഇത് എനിക്കുള്ളതല്ല, ഞാൻ തന്നെ മതി, ഞാൻ തന്നെ ജീവിച്ചാൽ മതി. ഇന്ന് അമേരിക്കയിലൊക്കെ ഉള്ളവർക്ക് ഒരു പിള്ളേർക്കുടെ ചിന്ത വരുന്നതാ, ഞാൻ ഒറ്റയ്ക്ക് കാര്യം മതി, എനിക്ക് വിവാഹം വേണ്ട. ഒരിക്കലും അങ്ങനെ അലവ് ചെയ്യരുത്. അങ്ങനെയുള്ളവരെ ആ ബന്ധനം അറുത്തു പ്രാർത്ഥിക്കണം. അതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അവിടെ പറഞ്ഞിട്ട് യഹോവയായ ദൈവം, അതിന്റെ 2:22 പറഞ്ഞേക്ക, യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്ന് എടുത്ത, ആരെങ്കിലും ഒന്ന് വായിച്ചേ 22 and 23. ജെനിസിസ് 2. യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ മനുഷ്യൻ, ഇത് ഇപ്പോൾ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവും ആകുന്നു. ഇവളെ നരനിൽ നിന്നിരിക്കാൻ ഇവൾക്ക് നാരി എന്ന് പേരാകും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം ദൈവം അത് നോക്കുമ്പോൾ എന്താണ് പറഞ്ഞത്? വുമൺ വാസ് ക്രിയേറ്റഡ് ടു ഹെൽപ്പ് ആദം ടു ഡു ജോബ്. ഹല്ലേലൂയ. അതായത് കുറെ കാര്യങ്ങള് ദൈവത്തിന്റെ പദ്ധതി പൂർണ്ണമായിട്ട് നിവർത്തിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ സമർപ്പിച്ചു പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ സ്തോത്രം, ദൈവം ഈ ആദമിന്റെ ഏതു കാര്യം ചെയ്യാനും ഒരു ഹെൽപ്പ് മേറ്റ് ആവശ്യമായിരുന്നു. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ട്? സ്യൂട്ടബിൾ ഹെൽപ്പർ, അതായത് എസ്സർ എന്നാണ് ഹീബ്രു വേർഡ്. എസ്സർ, സ്യൂട്ടബിൾ ഹെൽപ്പർ. എല്ലാരും പറഞ്ഞാട്ട്, ഞാനൊരു സ്യൂട്ടബിൾ ഹെൽപ്പർ ആണോ? ഒരു ഹെൽപ്പ് മേറ്റ് ആണോ? തക്ക തുണയാണോ? അങ്ങനെയാ ദൈവത്തിന്റെ പ്ലാൻ കേട്ടോ. ദൈവത്തിന്റെ പ്ലാൻ ആദ്യം, അത് ദൈവത്തിന്റെ പ്ലാന്. അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എ ഹെൽപ്പർ ഹു ബ്രിങ്സ് സ്ട്രെങ്ത്, പ്രൊട്ടക്ഷൻ ആൻഡ് സപ്പോർട്ട്. സ്തോത്രം. ഓഫൺ യൂസ്ഡ് ഇൻ ദ ഓൾഡ് ടെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്
അതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. നമുക്ക് അല്ല, ആദമിന് ഒരു സ്ട്രോങ് ആയിട്ട് സ്ട്രെങ്ത് കൊടുത്തെങ്കിൽ ആ രണ്ടുപേര് വരുമ്പോൾ, രണ്ടുപേര് ഒത്തു നടക്കുമ്പോൾ അതിന് ഭയങ്കര പവറാ. രണ്ടുപേര് ഐക്യമത്യപ്പെടുമ്പോൾ അതിന് ഭയങ്കര പവറാ. അല്ലെ സ്തോത്രം. രണ്ടുപേര് എന്തു ചെയ്താലും, ഐക്യതയുള്ള രണ്ടുപേര് ഭൂമിയിൽ വെച്ച് യാചിച്ചാല് അത് ദൈവം തരുമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഏത് അസാധ്യമായിട്ട് കാര്യം. അപ്പം ഭയങ്കര യൂണിറ്റിയിലാണ് അവരെ ശ്രദ്ധിച്ചിരിക്കുന്നത്. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകുന്നതുകൊണ്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വൈ വാസ് എ വുമൺ മെയ്ഡ് ഔട്ട് ഓഫ് ആദംസ് റിബ്? ഹല്ലേലൂയ. എന്തിനാ? അല്ലെ സ്തോത്രം. തലേന്ന് അല്ലെങ്കിൽ കാലേന്ന് അല്ലെങ്കിൽ വേറെ എങ്ങൊന്നും എടുക്കാൻ എന്താ? അല്ലെ സ്തോത്രം. അതിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെ പഠിച്ചപ്പോഴേ, ഞാൻ ഈ ബൈബിൾ കോളേജിൽ പഠിക്കുന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ദൈവം പഠിപ്പിക്കും. ഈ 8 വർഷത്തെ കാര്യം 45 മിനിറ്റ് കൊണ്ടൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നാൽ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട്, അല്ലെ സ്തോത്ര, കേട്ടത് നിങ്ങളുടെ ഇതൊരു ഇൻട്രൊഡക്ഷൻ ആണിന്ന്. ദൈവം നമ്മളെ എന്തിനു സൃഷ്ടിച്ചു എന്നുള്ളത് മാത്രമാ. പിന്നാണ് നമ്മള് അല്ലെ എങ്ങനെയാണ് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നതിന്റെ കാര്യങ്ങൾ അല്ലെ നമ്മളെ വരും ദിവസങ്ങളിൽ പറയും. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു മാത്യു ഹെൻറി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ക്രിസ്ത്യൻ അല്ലെ ഒരു പ്രീച്ചറാണ്. ആ പ്രീച്ചർ ഇങ്ങനെയാണ് കോട്ട് ചെയ്തേക്കുന്നത്. എല്ലാം ശ്രദ്ധിക്കണേ. ദ വുമൺ വാസ് നോട്ട് മെയ്ഡ് ഔട്ട് ഓഫ് ഹിസ് ഹെഡ്. അതായത് പുള്ളി അല്ലെ അതിനെക്കുറിച്ച് കോട്ട് ചെയ്തിരിക്കുക. ഒരു സ്ത്രീയെ എങ്ങനെയാ ചെയ്തിരിക്കുന്നത്? അപ്പം നമുക്ക് ഒരു കാര്യം ഓർക്കണം, പുരുഷനെ റൂള് ചെയ്യാനല്ല, അല്ലെ അതുകൊണ്ട് തലയിൽ നിന്നൊന്നും അല്ല എടുത്തിരിക്കുന്നത്, അല്ലെ സ്തോത്രം. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുക, നോർ ഔട്ട് ഓഫ് ഹിസ് feet to be trampled upon by him. അതായത് കാലിൽ നിന്നെടുത്ത് കാലുകൊണ്ട് ചവിട്ടി ഇടാനൊന്നും അല്ല വെച്ചിരിക്കുന്നത്, തലയിൽ കയറാനും ചവിട്ടാനും അല്ല നമ്മളെ സൃഷ്ടിച്ചത്. ബട്ട് ഔട്ട് ഓഫ് ഹിസ് സൈഡ് ടു ബി ഈക്വൽ വിത്ത് ഹിം. ഹല്ലേലൂയ. ആ സൈഡ് എന്ന് പറഞ്ഞിരിക്കുന്ന റിബ്, കർത്താവിന്റെ വലിയ പ്ലാനും പദ്ധതിയുമുണ്ട്. അല്ലെ എന്തിനാണെന്നറിയാമോ? അണ്ടർ ഹിസ് ആം ടു ബി പ്രൊട്ടക്ഷൻ. അതായത് നമ്മുടെ കൈയുടെ ഇവിടെയാണ് റിബ്സ് വരുന്നത്. അത് എന്തിനാണെന്നറിയാമോ? ഭർത്താവ് എന്ന് പറയുന്ന ദൈവത്തിന്റെ പ്ലാനായി പറഞ്ഞേക്കുന്നത്, ദൈവത്തിന്റെ പദ്ധതിയാണ് നമ്മളെ കുറിച്ച് പറയുന്നത്. ഒരു വലിയ പ്രൊട്ടക്ഷൻ. ഞാനിപ്പോ ഇവിടെ ആലേ സഹോദര ഒരു 3-4 ദിവസമായിട്ട് തന്നെ ഇരിക്കുക. ഞാൻ ആ ഒരു റൂമിലോട്ട് പോകുമ്പോ അല്ലെ ഇങ്ങോട്ട് വരുമ്പോ അങ്ങോട്ട് പോകുമ്പോ ഭയങ്കര ലോൺലിനെസ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്നാൽ ഞാൻ പൂർണ്ണസമയം ദൈവത്തിന്റെ വചനവും പ്രാർത്ഥനയുമായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിലും എവിടെയോ ആരുമില്ലാത്തൊരവസ്ഥ പോലെ തോന്നുകയാണ്. എന്നാൽ എപ്പോഴും വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഒരു കാര്യം ഓർക്കണം, ആ പ്രൊട്ടക്ഷൻ, ആ ടു ബി പ്രൊട്ടക്റ്റഡ്, അതായത് കൈന്റെ സൈഡിലാണ് ആ പ്രൊട്ടക്ഷൻ. ഒരു സ്ത്രീക്ക് ആവശ്യമുള്ള 2 കാര്യമാണ്. ഒന്ന്, അവളെ പ്രൊട്ടക്ട് ചെയ്യുക. ഇന്ന് നാട്ടിൽ നടക്കുന്നുണ്ടോ അത്? അല്ലെ എന്തുമാത്രം ആഭരണങ്ങളും എന്തുമാത്രം കാര്യങ്ങളും കൊടുത്തു വിട്ടിട്ട് പിന്നെ കുഴിച്ചു മൂടുന്ന അനുഭവങ്ങൾ ഒന്ന് ഓർത്തു നോക്കിക്കേ. അല്ലെ സ്തോത്രം. എന്തെല്ലാം ഭാരങ്ങളാണ് ഓരോരുത്തർക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെ ഞങ്ങളുടെ വീട്ടില് ഒത്തിരി ഇങ്ങനെ ഓരോ സെർവൻസ് ഇങ്ങനെ മാറി നാട്ടിൽ വരുമ്പോ അവരെല്ലാം അവരുടെ ലൈഫിനെ കുറിച്ച് പറഞ്ഞ് കൊച്ചു പിള്ളേര് 35-38 പിള്ളേര് അവരെല്ലാം ഭർത്താക്കന്മാർ ഉപേക്ഷിച്ചു പോയി. 2 കുഞ്ഞുങ്ങൾ 3 കുഞ്ഞുങ്ങളായിട്ട് അവരുടെയൊക്കെ സ്ഥിതി നോക്കുമ്പോ പറയും, ആന്റി ഞങ്ങള് മരിക്കാത്തത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്തിട്ടാണ്. എത്രയോ പേര് മരിച്ചുപോയി. അവർക്കൊന്നും ഒരു ലക്ഷ്യബോധമില്ല. അത് സർവ്വസമയം ഫോണിനകത്ത് എന്തെങ്കിലും കണ്ടോണ്ടിരിക്കും. ഞാൻ പറയും, മോളെ നിന്നെ കുറിച്ച് ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്, പദ്ധതിയുണ്ട്. പക്ഷെ അവളുടെ തല മുഴുവനും അല്ലെ ആ സുബോധം പോയി കിടക്കുന്ന അനുഭവം. എത്രയോ സഹോദരിമാര് അങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ദൈവമക്കളെ ഇത്രയും പേര് ഹല്ലേലൂയ സ്തോത്രം, ഇത്രയും സഹോദരിമാര് ഉണർത്തപ്പെട്ടാല് ഒരുക്കപ്പെട്ടാല് ദൈവത്തിന് നമ്മളെ കുറിച്ച് ഒരു പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞാല് സ്തോത്രം, അത് അനുസരിച്ച് നമുക്ക് മറ്റുള്ളവരെ ദൈവകൃപയിൽ കൊണ്ടുവരാൻ പറ്റും. ഹല്ലേലൂയ. ഇവിടെ ഞാൻ തീർന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. അണ്ടർ ഹിസ് ആം ടു ബി പ്രൊട്ടക്റ്റഡ് ബൈ ഹിം ആൻഡ് നിയർ ഹിസ് ഹാർട്ട് ടു ബി ലവ്ഡ് ബൈ ഹിം. അതായത് ഹൃദയത്തിന്റെ അടുത്തും കൈയുടെ തണലിലും ഇരിക്കുന്ന ഈ 2 കാര്യം അദ്ദേഹം കോട്ട് ചെയ്തത് ഞാൻ പറയുക. നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ ആവശ്യമാ സ്ത്രീക്ക്. എന്തുവാ പറഞ്ഞേക്കുന്നത്? പത്രോസിന്റെ ലേഖനത്തിൽ സ്ത്രീകൾ ബലഹീന പാത്രം എന്ന് വെച്ച് അവൾ കൃപയ്ക്ക് ആ ഭാഗം ഒന്ന് എടുത്ത് വായിച്ച് 1 പത്രോസ് 3-ാം അധ്യായം. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. 1 പത്രോസിന്റെ ലേഖനത്തിനകത്ത്
അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ മൂന്നാം അധ്യായം വിവേകത്തോട് ഭാര്യമാരോട് കൂടെ വസിച്ച് സ്ത്രീകൾ ബലഹീന പാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെന്നും ഓർത്തവർക്ക് ബഹുമാനം കൊടുപ്പി. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്, അല്ല ഭർത്താക്കന്മാരോട് പറഞ്ഞു, ഭാര്യമാരോട് ആദ്യമേ പറയുന്നുണ്ട്, അതും കൂടെ വായിക്കണം കേട്ടോ. സ്തോത്രം. ഭാര്യമാരെ മൂന്നാമത്തെ വാക്യം, അതിന്റെ ഒന്നാമത്തെ വാക്യം, ഒന്നോട്ട് 4. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടു കൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാനിടയാകും. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമെയുള്ളതല്ല, സൗമ്യത സാവധാനമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകും. ആമേൻ, സ്തോത്രം, സ്തോത്രം. അപ്പൊ നമ്മള് അത് ആ 2 ഭാഗവും നമുക്ക് വെരി ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളത് നോട്ട് ചെയ്യണം. ആ ഭാഗം ഞാൻ ആ ഭാഗം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അത് നോട്ട് ചെയ്യണം. സ്തോത്രം. എന്നിട്ട് നമ്മളെ ദൈവം സൃഷ്ടിച്ചേക്കുന്നത് വി വർ ക്രിയേറ്റഡ് ഫോർ ഗോഡ്സ് ഗ്ലോറി. ദൈവത്തിന്റെ മഹത്വം നമ്മളിൽ ദർശിക്കാനാണ് സ്തോത്രം കണ്ടിരിക്കുന്നത്. ദൈവം നമ്മളെ, അതിന് ഒത്തിരി വാക്യങ്ങളുണ്ട്, വേണമെങ്കിൽ വാക്യം മാത്രം നോട്ട് ചെയ്തോ. യെശയ്യാ പ്രവചനം 43:7, സ്തോത്രം, റെവലേഷൻ 4:11, ഇതൊക്കെയുണ്ട്. അത് എഴുതി വെച്ചാ മതി. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത്, ദൈവം നമ്മളെ ഇങ്ങനെ സൃഷ്ടിച്ച്, ഒരു ആദമിന് തക്ക തുണയായി സൃഷ്ടിച്ചു, ഒത്തിരി പർപ്പസോടുകൂടി സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു, ദൈവം അവരെ സന്താനപുഷ്ടിയുള്ളവരാക്കി. സ്തോത്രം. ഇതെല്ലാം നമ്മുടെ മേൽ ദൈവം തന്ന കൃപകളാണ്. അപ്പൊ നമുക്കതിന് പകരമായിട്ട് നമുക്ക് കൊടുക്കാൻ ആഗ്രഹിക്കേണ്ടത് ഡിലൈറ്റ് ഇൻ ഹിം, ദൈവത്തിൽ. സ്തോത്രം. നമുക്ക് സെന്റർ ഓഫ് ഓൾ അവർ ലൈഫ് ദൈവമാണ്. നമ്മുടെ എല്ലാത്തിന്റെയും കാര്യം നമ്മളെ നടത്തുന്നത് എന്ന് നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മൾക്കുണ്ടായിരിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കേണ്ട വോക്ക് വിത്ത് ഹിം. സ്തോത്രം. എങ്ങനെയാ വോക്ക് വിത്ത് ഹിം? ത്രൂ പ്രേയർ. പ്രാർത്ഥനയിലും ദൈവവചനത്തിലും ദൈവത്തിന്റെ കൂടെ നമ്മൾ നടക്കുക. അത് കഴിഞ്ഞ് പ്രൈസ് ഹിം, ഹല്ലേലൂയ, സ്തോത്രം. താങ്ക് ഹിം, ഷെയർ ഹിം. അതൊക്കെയാ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തെ കുറിച്ച് പറയുക, ദൈവത്തിന് നന്ദി പറയുക, സെർവ് ഹിം, ഹല്ലേലൂയ, ദൈവത്തെ സേവിക്കുക. നമുക്ക് എന്തെല്ലാം പദ്ധതികളാ ദൈവം തന്നിരിക്കുന്നത്, ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഡിലൈറ്റ് ഇൻ ഹിം, സ്തോത്രം. ഒത്തിരി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അത് ദൈവത്തിന് വേണ്ടി സ്തോത്രം എന്ത് നമുക്ക് ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ ചെയ്തിരിക്കണം. ഹല്ലേലൂയ. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം, സ്തോത്രം, ദൈവം സംസാരിക്കുന്ന സഹോദരിമാര്, സ്തോത്രം, ദൈവം സംസാരിച്ച ഒത്തിരി സഹോദരിമാരുണ്ട്. എംപവർമെന്റ് ദൈവം കൊടുത്ത് ദൈവം അവരെ നിർത്തിയിട്ടുണ്ട്. അതായത് പ്രാർത്ഥനയിൽ കൂടെ ദൈവം നമ്മൾ ദൈവത്തോട് സംസാരിക്കുമ്പോൾ, ദൈവം നമ്മളോട് സംസാരിക്കുമ്പം സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ നമ്മൾ ചിന്തിക്കണം. സ്തോത്രം. ഞാൻ ഓരോരോ കാര്യങ്ങളിലായിട്ട് ഞാൻ പോകുന്നതാണ്. ഇപ്പൊ ദൈവത്തിന്റെ പദ്ധതി നമ്മളെ കുറിച്ചുള്ളത് ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? വി വെർ ക്രിയേറ്റഡ് ഫോർ ഗോഡ്സ് ഗ്ലോറി, വി വെർ ക്രിയേറ്റഡ് ഡിഫറെന്റ്ലി ഫ്രം മെൻ. അതായത് ദൈവം സൃഷ്ടിച്ചത് നമുക്ക് എന്താണെന്ന്, ദൈവത്തിന്റെ കണ്ണിനകത്ത് നമുക്ക് ആ ജെൻഡർ വ്യത്യാസം ഇല്ലാതെയാണ് സൃഷ്ടിച്ചത്. പക്ഷെ പർപ്പസ് രണ്ട് പർപ്പസിലാണ് നമ്മളെ ദൈവം ആണിനെ പെണ്ണിനെ സൃഷ്ടിച്ചത്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ അതെല്ലാം കണ്ടു കഴിഞ്ഞു. വി വെർ ക്രിയേറ്റഡ് ടു മദർ ടു അവർ ചിൽഡ്രൻ. അതായത് സ്തോത്രം, ഒരു അമ്മയാകാന് എത്ര വലിയ ഭാഗ്യ പദവിയാ ദൈവം തന്നിരിക്കുന്നത്. നമ്മുടെ ഉദരത്തിനകത്ത് കുഞ്ഞുങ്ങളെ തന്ന് നമ്മൾ നർച്ചറി ചെയ്ത് നമ്മൾ വളർത്തിയെടുത്ത് ദൈവത്തിന് പ്രയോജനപ്പെടുന്ന ഒരു പാത്രമാക്കി തീർക്കാനാണ് ദൈവം നമ്മളെ കണ്ടിരിക്കുന്നത്. ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു, ഞാൻ ഇത് ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോ ഓർക്കുകയായിരുന്നു, സ്തോത്രം, 2 കുഞ്ഞുങ്ങളും ഉണ്ടായി കഴിഞ്ഞ അഭിഷേകം പകർന്ന് ഇതിലേക്ക് വന്നത്. എന്നാൽ സ്തോത്രം, ഈ പെന്തക്കോസ്തിൽ തന്നെ ജനിച്ച അഭിഷേകമുള്ളവരുടെ കുഞ്ഞുങ്ങൾ ഒക്കെ ആയിട്ട് ജനിക്കുമ്പം എത്രമാത്രം ഭാഗ്യമുള്ളവരാന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. ഞങ്ങള് മൂത്ത കുഞ്ഞിന് 15 വയസ്സായപ്പോഴാ ഞങ്ങൾ രക്ഷയിലേക്ക് വന്നത്. പക്ഷെ അവനെ ആ രീതിയിൽ വളർത്താൻ പറ്റിയില്ല എന്നുള്ളൊരു ദുഃഖത്തോടെയാണ് ഞാൻ എപ്പോഴും ആയിരിക്കുന്നത്. സ്തോത്രം. അത് നമ്മൾ ഓർക്കണം. അത് പേരന്റിങ്ങിന്റെ ഒരു കാര്യത്തിൽ ഞാൻ അത് സംസാരിക്കാം. കൂടാതെ സ്ത്രീ എന്ന് പറഞ്ഞാൽ കീപ്പർ ആൻഡ് മേക്കർ.
ഓർത്തോണം, കീപ്പർ സൂക്ഷിക്കുന്നവരായിരിക്കണം. അല്ലെ സ്തോത്ര. അതുപോലെ സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ ഭവനം പണിയുന്നവളായിരിക്കണം. സ്ത്രീകൾ അല്ലെ ഭവനം, സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തന്റെ ഭവനം പണിയുന്നു. ഹാലേ സ്തോത്രം. എല്ലാവരും പറഞ്ഞാട്ടെ, ഞാൻ ഒരു വലിയ ആർക്കിടെക്റ്റ് ആണ്, എന്റെ ഭവനത്തിൽ ഞാൻ ഒരു വലിയ ആർക്കിടെക്റ്റ് ആണ്. ഹാലേ സ്തോത്രം. നമ്മൾ ഭവനം പണിഞ്ഞ്, ഇപ്പൊ എന്റെ ഹസ്ബൻഡിന് എല്ലാം ചെയ്യാനുള്ള ഭയങ്കര കഴിവ് ദൈവ കൃപയാലും കൊടുത്തിട്ടുണ്ട്. കാരണം ഈ വീടിന്റെ കാര്യം മറ്റു കാര്യം എല്ലാം ചെയ്യുമ്പോൾ എന്നോട് ചോദിക്കും, ഞാൻ പറയും തന്നെ ചെയ്തോ, ഒരു കുഴപ്പമില്ല, ഞാൻ അതിനോട് ചേർന്നിരിക്കുവോ, കാരണം എനിക്ക് ടൈം ഇല്ല അതല്ല. അപ്പൊ എന്നാലും അവിടെ ഇരുന്നോണ്ട് ഇപ്പോഴാണെങ്കിൽ ചെറിയ കാര്യം എനിക്ക് ഫോട്ടോ ഇട്ടുവന്ന്, നിനക്ക് അതാണോ ഇഷ്ടം, ഇതാണോ ഇഷ്ടം, ഞാൻ പറഞ്ഞു രയിച്ചാന്റെ ഇഷ്ടം പോലെ അങ്ങ് ചെയ്യുക. കാരണം ഞാനിവിടെ ദൈവവചനവും ഇതുമായിട്ട് ഇങ്ങനെ മല്ല് പിടിച്ചോണ്ടിരിക്കുക. അടുത്ത ദിവസങ്ങളിലൊക്കെ മീറ്റിംഗ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു രയിച്ചാന്റെ ഇഷ്ടമുള്ളത് അങ്ങനെ, ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്ത് വെറുതെ ഇരിക്കുന്ന പിള്ളേരുണ്ടെങ്കിൽ അവരോട് ചോദിച്ചിട്ട് ചെയ്യുന്നു പറഞ്ഞു. അപ്പം നമ്മളെന്തോ അവർക്കെല്ലാം അറിയാമെങ്കിലും ഒരു കംപ്ലീഷൻ വരുന്നില്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ വരുന്നില്ല. എത്ര പേർ എന്നോടുകൂടി ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്? ഹല്ലേലൂയ സ്തോത്രം. എത്ര പേർക്ക് എന്നോടുകൂടി ചേർന്ന് പറയാൻ ആഗ്രഹമുണ്ട്? ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ പദ്ധതി പ്രകാരം നമ്മള് ഒരു സെക്കൻഡ്, ഹല്ലേലൂയ, എന്നോട് പറഞ്ഞ ഒരു കാര്യം, സ്തോത്രം, ഞാൻ ചെയ്യാൻ മറന്നുപോയി. ഹല്ലേലൂയ സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. കുഴപ്പമില്ല. സ്തോത്രം. ഇവിടെ നമ്മൾ നോക്കുമ്പോഴ് ദൈവം നമ്മളെ നമ്മളെ സബ്ജക്റ്റിന് മാറിപ്പോലെ, സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തന്റെ ഭവനം പണിയുന്നു. സ്തോത്രം. അപ്പോൾ കീപ്പർ ആൻഡ് മേക്കർ ഓഫ് ദ ഹൗസ് ഒന്ന് ഓർത്തോണം. നമ്മളിൽ കൂടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. സ്ത്രീകളിൽ ജ്ഞാനം, ഭയങ്കര ജ്ഞാനത്തിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ യാക്കോബിന്റെ ലേഖനത്തിൽ പറഞ്ഞു. ഇതൊരു ദൈവവചന സൂക്ഷ അല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 18 മുതൽ 17-18 ഒക്കെ നമ്മൾ അങ്ങോട്ട് നോക്കുമ്പം അതിനകത്തുണ്ട്, സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തന്റെ ഭവനം പണിയുന്നു. സ്തോത്രം. അപ്പൊ ഞാൻ ഇനി അടുത്ത സബ്ജക്റ്റ് പറയാൻ പോകുന്നത്, യേശു സംസാരിക്കുന്ന സഹോദരിമാർക്ക് ഒരു എംപവർമെന്റ് കൊടുക്കും. നമ്മുടെ ഇന്നത്തെ ടൈറ്റിൽ അതായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്ന് പറയാൻ ആഗ്രഹിക്കാം. അതായത് എംപവർമെന്റ് എന്ന് പറഞ്ഞാൽ സ്തോത്രം, ശക്തീകരണം. അതായത് നമ്മൾ പ്രാർത്ഥനയിൽ കൂടെ നമ്മൾ ദൈവമോട് സംസാരിക്കുമ്പോൾ, ദൈവം നമ്മളോട് സംസാരിക്കുമ്പോഴും ഒരു പവർ നമ്മുടെ മേൽ പകർന്ന് തരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് ഒരു ശക്തി നമ്മുടെ മേൽ പകരാൻ പ്രാർത്ഥിക്കണം. അത് നമ്മൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇതിനെ താഴോട്ട് ഞാൻ നോക്കുക. അതായത് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിക്കും. അപ്പം ദ പ്രോമിസ് ഓഫ് പവർ നമ്മുടെ മേൽ ദൈവം പ്രോമിസ് ചെയ്തിരിക്കുക. ഒന്നാമത്തെ കാര്യം, അത് നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവേ, ഞാൻ ബലഹീന പാത്രമാണെന്ന് പറഞ്ഞപ്പോ തന്നെ ദൈവത്തിന്റെ ശക്തി എൻ്റെ മേൽ, പരിശുദ്ധാത്മാവ് ഉണ്ട്, പക്ഷെ നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് ഭവനത്തിനകത്തെ നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം കീപ്പർ ആൻഡ് മേക്കർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമുക്ക് സ്തോത്രം, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഒരുപക്ഷെ ജോലി ചെയ്യുന്നവരായിരിക്കും ഇവിടെ ഇരിക്കുന്നത്, അവർക്ക് ഭവനത്തിനകത്തെ കാര്യങ്ങളായിരിക്കും. പക്ഷെ കർത്താവിന് വേണ്ടി കൂടെ എന്തെങ്കിലും പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ ദൈവത്തിന്റെ പവർ വേണം. ബാക്കിയുള്ളതെല്ലാം നമ്മൾ അല്ലാത്ത വിശ്വവും നമുക്ക് നല്ല കഴിവും നല്ല ഇതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതായിട്ട് ജോലി ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള കാര്യങ്ങൾ ലോകത്തിന്റെ എന്ന് പറഞ്ഞാൽ മീൻസ് ജോലിയുടെ കാര്യങ്ങളെല്ലാം നല്ലതായിട്ട് ചെയ്യാൻ പറ്റും. നഴ്സുമാർക്കാണെങ്കിൽ അവിടെ നല്ലതായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. പക്ഷെ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എംപവർമെന്റ് ആവശ്യമാണ്. എഴുതി വെച്ചോ, എംപവർമെന്റ് ആവശ്യമാണ്. ദൈവത്തിൽ നിന്നുള്ള ശക്തീകരണം ആവശ്യമാണ്. ഞാനത് എക്സാമ്പിൾ സഹിതം പറയാൻ ആഗ്രഹിക്കുക. നമുക്ക് സ്തോത്രം, ഇനിയും 15 മിനിറ്റ് കൂടെ ഉണ്ട്.
ഒന്നാമത്തെ കാര്യം, ദൈവം പ്രോമിസ് ചെയ്തത് ആ പവർ നമ്മുടെ മേൽ തരാമെന്ന്. അതുകൊണ്ട് അത് പ്രാർത്ഥിക്കണം. പ്രോമിസ് ഓഫ് പവർ. സ്തോത്രം. പിന്നെ നമ്മൾ ഇതിന്റെ എവിഡൻസ് ഓഫ് എംപവർമെന്റ് ഉണ്ട്. അതായത് നമ്മളുടെ ശക്തീകരണം നടന്നിട്ടുണ്ടോ എന്ന് നമ്മളെ തന്നെ ചെയ്യണം. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾക്ക് ശക്തീകരണം വന്നിട്ടുണ്ടോ? ഉണ്ടോ? ഹല്ലേലൂയ. അതിന്റെ ഒന്നാമത്തെ കാര്യം നമ്മുടെ ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷനാ. അതായത് സ്വഭാവ രൂപീകരണമാണ് ശക്തീകരണത്തിൽ ഹല്ലേലൂയ ദൈവം നമുക്ക് തരുന്നത്. നമ്മുടെ ഇപ്പൊ ശിഷ്യന്മാരുടെ മേലെ ശക്തി ഇറങ്ങി വന്നു, ഇല്ലേ? അപ്പോസ്തല പ്രവർത്തിക്കകത്ത് വന്നു. അവരെന്തോ ചെയ്തു? അവർ പല സാഹചര്യങ്ങൾ പലതിലും നിന്നവരാ. പക്ഷെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പം അവരെന്തോ ചെയ്തു? അവർക്കൊരു വലിയ രൂപാന്തരം വന്നിട്ട് അന്യഭാഷ പറഞ്ഞത്. ഇന്ന് രൂപാന്തരം വരാതെ അന്യഭാഷ പറയുന്നത്, ഇല്ലേ? അന്യഭാഷ പറയുന്നവര് മറ്റു പല കാര്യങ്ങളും പറയും. ശ്രദ്ധിക്കണേ. ട്രാൻസ്ഫോർമേഷൻ വന്നിട്ട് നമ്മള് സഹോദരൻ അവരെല്ലാം എല്ലാവരും അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. എങ്ങനെയാ തുടങ്ങിയത്? അവിടെ ഇരുന്നവരുടെ മേലെ പരിശുദ്ധാത്മാവിന്റെ ശക്തീകരണം, എംപവർമെന്റ് വന്നു. ആക്ട്സ് 2-നകത്താണ്. വചനം അറിയാൻ വയ്യാത്തവരോ വിശ്വാസത്തിൽ ഇല്ലാത്തവരോ ഇതിനെ കേൾക്കുന്നുണ്ടെങ്കിൽ സ്തോത്രം, അവര് ചിന്തിക്കേണ്ട കാര്യം അതാണ്. സ്തോത്രം. ശക്തീകരണം എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ സ്തോത്രം നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ള കാര്യം. നമ്മുടെ ചെവിയില്, നമ്മുടെ ജീവിതത്തില് നമുക്ക് എവിടൊക്കെ മാറ്റം വരുന്നോ ഇതെല്ലാം അവിടെ കൂടി വന്നവരുടെ മേൽ മാറ്റം വന്നു. അവരെല്ലാം ആ മുഴക്കം കേട്ടു, കൊടിയ കാറ്റടിച്ചു, അവരുടെ മേൽ പതിഞ്ഞു. അവരെല്ലാം രൂപാന്തരം പ്രാപിച്ചു. അവരുടെ എല്ലാം ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നടന്നവിടെ കേട്ടോ. സോളിനെ പൗലോസ് ആക്കിയപ്പോഴേ ഒരു വലിയ രൂപാന്തരം വന്നവിടെ, ഇല്ലേ? രൂപാന്തരം വന്നു. അവൻ 3 ദിവസം കണ്ണ് അടച്ച് ഒന്നും കഴിക്കാതെ അവിടെ ഇരുന്നപ്പോ ദൈവത്തിന്റെ ആ വെളിച്ചം അവന്റെ മേൽ അടിച്ചപ്പോൾ അതുപോലെയാണ് ശിഷ്യന്മാരുടെ മേൽ ആ വലിയ പവർ വന്നു കഴിഞ്ഞപ്പോൾ സ്തോത്രം നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ മേൽ അഭിഷേകം തന്നു ദൈവം. സ്തോത്രം. അത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും ദൈവമക്കളെ. ആ ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ജീവിതത്തില് നമ്മൾ ഒരു എക്സാമ്പിൾ നോക്കിയാല് സമരിറ്റൻ വുമണുമായിട്ട് സ്തോത്രം യേശു സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നമ്മൾ ഇതിനകത്ത് നോക്കുമ്പോൾ യേശു എംപവർ ചെയ്ത ഒത്തിരി പേരുണ്ട്. യേശുവിന് യേശു പറഞ്ഞ കേൾക്കുന്ന സഹോദരിമാരെ വലിയ ഇഷ്ടമാണ്. ഹല്ലേലൂയ. സ്തോത്രം. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് എല്ലാവരും സ്തോത്രം ചെയ്തെന്ന് പറഞ്ഞ് യേശു പറയുന്ന അനുസരിക്കുന്ന സഹോദരിമാരെ, യേശുവിനെ സ്നേഹിക്കുന്ന സഹോദരിമാരെ ലോകത്തിലെല്ലാത്തിനെക്കാട്ടിലും ഇഷ്ടമാണ് കർത്താവിന്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ വചനം പറയുമ്പോ അത് അനുസരിക്കണം. അതാണ് നമ്മള് ആവശ്യമായിരിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പം എന്താണ് നമ്മൾ നോക്കിയത്? സമരിറ്റൻ വുമണിനെ ഇങ്ങനെ ഹല്ലേലൂയ. സ്തോത്രം ഓരോ കാര്യം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ തന്നെ അവളുടെ ക്യാരക്ടർ രൂപാന്തരം വന്നുകൊണ്ടിരുന്നു, ഇല്ലേ? നമ്മളോ ഓരോ മീറ്റിംഗ് കഴിയുമ്പോ രൂപാന്തരം വരുന്നുണ്ടോ? യേശുവിന്റെ വചനമാ കേൾക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ സ്തോത്രം നമ്മളോട് പിന്നെയും ദൈവം സംസാരിക്കും. ഹല്ലേലൂയ. ദൈവം പിന്നെയും സംസാരിക്കും. യേശുവിനോട് ഏറ്റവും കൂടുതൽ സംസാരിച്ച ഒരു സ്ത്രീയാണ് സമരിറ്റൻ വുമൺ. അവളുടെ പേര് പോലും ഇല്ല. അത് 9 വാക്യങ്ങളാണ് ഞാനത് നോട്ട് ചെയ്തപ്പോഴേ യേശു സംസാരിച്ചത്. പക്ഷെ ഒറ്റ വാക്കുപോലും അവൾ ഏറ്റെടുക്കാതിരുന്നിട്ടില്ല. അവൾ ഏറ്റെടുത്ത് കഴിയുമ്പോൾ അവളുടെ റെവലേഷൻ മാറിക്കൊണ്ടേയിരുന്നു. സ്തോത്രം. റെവലേഷൻ അവക്ക് സ്തോത്രം ഓരോ കാര്യത്തിനകത്ത് അവളുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി മാറിക്കൊണ്ടേയിരുന്നു. പാപം പറഞ്ഞപ്പോഴും ഞാൻ അങ്ങനെ ഉള്ളവളല്ല. സ്തോത്രം. എന്റെ കുറവ് അങ്ങനെ ഒരു കുറവും ഇല്ല എന്ന് പറയുമല്ല. ഉണ്ട്, യെസ്, നമ്മുടെ വാക്ക് തെറ്റും, ചിന്ത തെറ്റും, പ്രവൃത്തി തെറ്റും. പക്ഷേ നമുക്ക് ആ കുറവുണ്ടെന്ന് അക്സെപ്റ്റ് ചെയ്ത് ഏറ്റു പറഞ്ഞ് നമ്മൾ ഉപേക്ഷിക്കുമ്പോ അവള് പറഞ്ഞു, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ട്. യെസ് ലോർഡ്. ഹല്ലേലൂയ. അവിടെ വെച്ച് ദൈവം അവളെ ശക്തീകരിച്ചു.
ദൈവം അവളോട് അല്ലെ സ്തോത്രം ആരോടും പറയാത്ത ഒരു കാര്യം അവളോട് സംസാരിപ്പാനിടെ, എന്താ? ദൈവം ആത്മാവാകുന്നു, നീ ദൈവത്തെ ആരാധിക്കുന്നു. അപ്പം അവൾക്ക് ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ വന്നു കഴിഞ്ഞു. എന്താണ്? അവൾ രക്ഷയിലേക്ക് വന്നു. നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ മേൽ അവൾ അത് അക്സെപ്റ്റ് ചെയ്തെന്ന് പറഞ്ഞപ്പം, ഞാൻ കൊടുക്കുന്ന വെള്ളം നിത്യജീവങ്ങളിലേക്കുള്ള ജീവന്റെ ഉറവാന്ന് പറഞ്ഞപ്പോ, എനിക്കത് മതി കർത്താവേ. പോണമെന്ന് പറയുവല്ല, ഈ ലോകത്തിന്റെ വെള്ളം എനിക്ക് വേണ്ട. അത് കുടിച്ചാ പിന്നെ ദാഹിക്കും, പിന്നെ വിശക്കും, പിന്നെ നമ്മുടെ ആവശ്യം തീരത്തില്ല. എന്നാൽ ഈ ഉറവ മതിയെന്ന് പറഞ്ഞപ്പോ യേശു അവളുടെ മുമ്പിൽ ആ ഉറവ അങ്ങ് തുറന്നു കൊടുത്തു. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഇതാണ് യേശുവിന്റെ അടുക്കൽ വരുന്നവർക്ക് ദൈവം കൊടുക്കുന്ന ശക്തീകരണം എന്ന് പറഞ്ഞേക്കുന്നത്. യേശു അവളെ അങ്ങ് ശക്തീകരിച്ചു. അവളോട് പറയാ, ദൈവം ആത്മാവാകുന്നു. സ്തോത്രം. അവനെ ആരാധിക്കുന്നവർ കണ്ടോ, അവളെ ആരാധനയിലേക്ക് നടത്തി, അവളെ രക്ഷയിലേക്ക്, അവളുടെ ബോഡി സ്തോത്രം, സോൾ എല്ലാം അവൾക്കൊരു രൂപാന്തരം അവളുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സ്തോത്രം എന്തോ ചെയ്തു? യേശു പറയാ, അവൾ അവൾ കേട്ടിട്ടുണ്ട്, അവൾക്ക് തോറ അറിയാം, യഹൂദന്മാരുടെ തോറയാണ് സ്തോത്രം അവർക്ക് പഠിച്ചുകൊണ്ടിരുന്നത്. അത് അവൾക്ക് നന്നായിട്ടറിയാം, ആ പ്രമാണം നന്നായിട്ടറിയാം. മശിഹ വരുമെന്ന് യേശു പറയുക. മശിഹ വന്നെന്ന് പറഞ്ഞത് സ്തോത്രം, ആ മശിഹ വന്നെന്ന് പറഞ്ഞത് യേശു പറയാ, ഞാൻ തന്നെ മശിഹ. എത്ര ഓപ്പൺ ആയിട്ടാ പറയുന്നത്. മേളിൽ പറഞ്ഞ യേശു പറഞ്ഞ കാര്യമൊക്കെ അവൾ അക്സെപ്റ്റ് ചെയ്തു. അവളുടെ ജീവിതം രൂപാന്തരം വന്നു. അവളുടെ ജീവിതത്തിനകത്ത് രൂപാന്തരം വന്നു കഴിഞ്ഞപ്പോൾ യേശു പറയുകയാണ് സ്തോത്രം, നിനക്ക് ഞാൻ ഒരു ഉറവ തുറന്നു തരികയാ. ഇന്ന് രാത്രിയില് ഇതൊരു ആത്മീയ ദൂതായിട്ടും കൂടെ ഏറ്റെടുപ്പാനായിട്ട് ഞാൻ നിങ്ങളോട് പറയുക. യേശു പറഞ്ഞത് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കരഞ്ഞും കൊണ്ട് നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്ത് സ്തോത്രം, ഒരു ശക്തീകരണം എനിക്ക് വേണം കർത്താവേ, ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ എനിക്കൊരു എംപവർമെന്റ് വേണം കർത്താവേ. എത്ര പേര് പ്രാർത്ഥനയോടെ ഇന്ന് പകൽക്കാലം കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതിക്കായിട്ട് ദൈവം ഒരുക്കിയ എല്ലാവരും ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്നത്. സ്തോത്രം പറഞ്ഞാട്ടെ. അതിശേഷമായിട്ട് എന്തോ ചെയ്തു? മശിഹയാണെന്ന് പറഞ്ഞപ്പോ അവളുടെ കുടം താത്തു വെച്ചു. ഹല്ലേലൂയ. അവളുടെ സർവ്വതും, അവളുടെ ലൈഫ്, സ്തോത്രം, അവളുടെ എല്ലാം, അവളുടെ പ്രയോറിറ്റി മാറി, അവളുടെ ആരാധന മാറി, അവളുടെ ജീവിതം മാറി. പാപമംഗലമായ അവളുടെ ജീവിതത്തെ എല്ലാം മാറ്റിക്കൊണ്ട് വന്നപ്പോൾ കർത്താവ് അവളുടെ മേല്, യേശു അവളുടെ മേൽ ഒരു എംപവർമെന്റ് കൊടുത്തു. എംപവർമെന്റ് അതും കൊണ്ട് അത് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ശത്രുക്കളായിരുന്ന ശമരിയ പട്ടണത്തിൽ പോയി സുവിശേഷം പറയാൻ പേര് പോലും നാള് പോലും ഇല്ലാത്ത ഒരാളെ ദൈവം ഉപയോഗിച്ചെങ്കിൽ ഇന്ന് എല്ലാവരുടെയും പേര് ഇവിടെ ഉണ്ട്, ഇല്ലേ? എനിക്ക് എല്ലാവരുടെയും പേര് കാണാൻ പറ്റും. സ്തോത്രം. അത് എന്താന്നറിയാമോ? കർത്താവ് ഇതുപോലെ എഴുതി വെച്ചിരിക്കുക. മേഴ്സി മാത്യു, സൂസൻ ജോർജ്, സാവിത്രി മോഹൻദാസ്, ബീന, ബെറ്റി ചാക്കോ, ഇങ്ങനെ ബ്ലസ്സി, എല്ലാവരുടെയും പേര് സ്തോത്രം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുക. സ്തോത്രം. കർത്താവ് ഓരോരുത്തരെ ഓരോ പട്ടണത്തിന്റെ അധിപരാക്കി തീർക്കുവാനായിട്ട്. ഒന്ന് ഓർത്തു നോക്കിയേ, ശമരിയ പട്ടണം സുവിശേഷീകരിക്കാൻ ഒരു എംപവർമെന്റ്, ഒരു ശക്തീകരണം ഒരു സ്ത്രീക്ക് അവൾ എന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കണം. അവളുടെ ലൈഫിനെ ദൈവത്തിൽ സറണ്ടർ ചെയ്ത് അവളുടെ ജീവിതത്തെ മാറ്റി കഴിഞ്ഞപ്പോൾ അവളുടെ മേൽ ആത്മാവിന്റെ ശക്തി പകർന്നു. അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവം ആത്മാവാകുന്നു എന്ന് അവളോട് പറഞ്ഞിരിക്കുന്നത്. എത്രയോ പേരുണ്ടായിരുന്നു, അവരോടൊന്നും പറഞ്ഞില്ലല്ലോ. സ്തോത്രം. ഒന്ന് ഓർത്തു നോക്കിക്കേ. ഹല്ലേലൂയ. നിങ്ങളോട് ഓരോരുത്തരോടും ദൈവം സംസാരിക്കാനാണ്. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ശക്തീകരിക്കാനാണ് ഈ മീറ്റിംഗ് കൂടി വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാനത് വിശ്വസിക്കുക. ദ എവിഡൻസ് ഓഫ് ദ എംപവർമെന്റ്. സ്തോത്രം. എന്തെന്ന് ചോദിച്ചാൽ ഒരു വലിയ ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ. ഹല്ലേലൂയ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യേശുവിന്റെ ഇമേജ്, കർത്താവിന്റെ ദൈവമായ യഹോവയുടെ ഇമേജസിലെ ലൈക്നെസ് എന്നൊക്കെ പറഞ്ഞാൽ ആ ക്യാരക്ടർ
ക്യാരക്ടറിലേക്ക്, ആ ക്വാളിറ്റിയിലേക്ക്. അതാ ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22 എന്നൊക്കെ പറയുമ്പോൾ നമുക്കങ്ങ് പഴയ വചനമാണെന്ന് തോന്നും. പക്ഷേ ആ ക്വാളിറ്റി നമ്മുടെ ലൈഫിലേക്ക് ദൈവം ശക്തീകരണമുള്ള ഒരു വ്യക്തിയിൽ അത് കണ്ടിരിക്കും. ആ 9 ക്വാളിറ്റീസ് കണ്ടിരിക്കും. അതാ നമുക്ക് വരത്തിനെക്കാട്ടിലും ആവശ്യം. എല്ലാ വരവും എല്ലാം മാറിപ്പോ, പക്ഷെ ഈ ക്വാളിറ്റി നമ്മുടെ ലൈഫിനകത്ത് അവളിൽ ആപ്ലിക്കബിൾ ആയിട്ട് ദൈവം ഒരു എംപവർമെന്റിൽ കൂടെ ദൈവം തരുവാണെങ്കിൽ ഹല്ലേലൂയ, നാം ഭാഗ്യമുള്ളവരാ ദൈവമക്കളെ. നിങ്ങളത് വെച്ച് പ്രാർത്ഥിക്കണം എന്ന് മാത്രം പറയുന്നു. സ്തോത്രം. നമുക്കൊരു എന്താണെന്ന് ചോദിച്ചാൽ സൂപ്പർ നാച്ചുറൽ ലിവിങ്, അതായത് നമുക്ക് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒത്തിരി സഹോദരിമാരെ ഇതിനകത്ത് എടുക്കാനായിട്ടുണ്ട്. ഈ ന്യൂ ടെസ്റ്റ്മെന്റിൽ തന്നെ ദൈവത്തിന് വേണ്ടി നിന്നവര് പോയവര് ഒക്കെ ഉണ്ട്. സ്തോത്രം. എന്നാൽ ഞാൻ ഇപ്പം പറഞ്ഞിവിടെ നിർത്തുന്നത് സ്തോത്രം ഒരു 7 കാര്യം പറയുക. 7 കാര്യം, ലാസ്റ്റിൽ 7 കാര്യം പറയുക. ഒന്ന്, ഞാൻ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക. ഒന്ന്, ദ പ്രോമിസ് ഓഫ് പവർ. ഹല്ലേലൂയ, ദൈവം വാഗ്ദത്തം ചെയ്തത് നമ്മുടെ മേൽ പകരും. 2, നമ്മുടെ ജീവിതത്തെ ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ ആ എംപവർമെന്റിൽ കൂടെ ദൈവം തന്നിരിക്കും. ശിഷ്യന്മാർ എഴുന്നേറ്റ് നിന്ന് പിന്നെ വേറൊന്നും അവർക്ക് പറയാനില്ല. ശിഷ്യന്മാർക്ക് വേറൊന്നും ചെയ്യാനില്ല. അവരുടെ കണ്ണും കാതും ചെവിയും അവരുടെ ജീവിതവും മുഴുവനും യേശുവിനായിട്ട് വേർതിരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചപ്പോൾ ഈ ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ, ഈ ശക്തീകരണവും എല്ലാം നടന്നപ്പോഴത്തേക്ക് 3000 പേര് സ്നാനപ്പെട്ടു. 3000 പേര്. അവിടെ സഭ തുടങ്ങി. അനേകരെ സഭയിലോട്ട് ചേർത്തുകൊണ്ടിരുന്നു. വലിയ രൂപാന്തരം. അതിലേക്ക് നമുക്ക് മടങ്ങി വരാം. നമുക്ക് വേണേ ഇനി ഒന്നേന്നങ്ങ് തുടങ്ങാം. നമ്മുടെ ആയുസ്സിനെ ദൈവം ദീർഘമാക്കും കേട്ടോ. ഒന്നും വിഷമിക്കണ്ട. എനിക്ക് ഇത്രയും വർഷമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ലെന്ന് ഓർത്ത് ഒന്നും ഭാരപ്പെടണ്ട. നിങ്ങൾ ഇന്നു മുതല് നിങ്ങളുടെ ലൈഫിനെ ദൈവത്തിന് സറണ്ടർ, ഒരു സൂപ്പർ നാച്ചുറൽ ലിവിങ് ദൈവമേ എനിക്ക് വേണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇരുന്നാല് നാലാമത് നമുക്ക് വേണ്ടത് ഒരു കോൺഫിഡൻസാ വേണ്ടിയത്. അതായത് ദൈവം ശക്തീകരിച്ചവർക്ക് ഒരു ഉറപ്പും ധൈര്യവുമുണ്ട്. ഉറപ്പും ധൈര്യവുമുണ്ട്. ഒരു ധൈര്യത്തിന്റെ ആത്മാവ് പരിശുദ്ധാത്മാവ്. സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഭീരുത്വത്തിന്റെ ആത്മാവല്ല. സ്തോത്രം. ഭീരുത്വത്തിന്റെ ആത്മാവല്ല, ശക്തിയുടെ സുബോധത്തിന്റെ ആത്മാവിനെ, സ്നേഹത്തിന്റെ ആത്മാവിനെയാ പകർന്നിരിക്കുന്നത്. അങ്ങനെയാണ് എനിക്ക് വേണ്ടി സ്തോത്രം പറ, എനിക്ക് ആ ആത്മാവുണ്ട്, എന്റെ ഭീരുത്വം എല്ലാം മാറിപ്പോകും. സ്തോത്രം. ബോൾഡ്നെസ് ആണ് ആവശ്യമായിരിക്കുന്നത്. നമുക്ക് ബോൾഡ്നെസ്, കർത്താവിന് വേണ്ടി നിൽക്കുവാൻ, ദൈവത്തിന്റെ ശബ്ദമായി നിൽക്കുവാൻ ശക്തീകരിക്കുന്നതാണ്. പല തരത്തിൽ ഞാൻ ഇനിയും വരും ദിവസങ്ങളിൽ പറയാൻ പോകുന്നത് സുവിശേഷീകരണം എങ്ങനെ ചെയ്യാം, ദൈവത്തിന് വേണ്ടി എങ്ങനെ സ്തോത്രം സഭയിൽ ഭവനത്തിൽ നമ്മുടെ വേൾഡിൽ എങ്ങനെ പ്രയോജനപ്പെടാം, ഇതിനെ കുറിച്ചൊക്കെ വരും ദിവസങ്ങളിൽ പറയും. എന്നാൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കോൺഫിഡൻസ്, അതായത് നല്ല ഉറപ്പും ധൈര്യവുമുള്ളവരായിട്ട് നമ്മളെ തീർക്കണം. ഉറപ്പും ധൈര്യവുമുള്ളവരായിട്ട് അത് തീർന്നുകൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്. അഞ്ചാമത് പറഞ്ഞിരിക്കുന്നത് നമുക്കൊരു ബർഡൻ ഫോർ ദ ലോസ്റ്റ്, അതായത് നമുക്ക് ഒരു ആത്മാക്കളെ കുറിച്ചുള്ള ഒരു ഭാരം വരുന്ന ഒരു അനുഭവം. ഭാരം അത് വന്നില്ലെങ്കിൽ നമ്മളിൽ ശക്തീകരണം നടന്നിട്ടില്ല. സ്തോത്രം. നിങ്ങൾക്ക് ശക്തി ലഭിക്കുമ്പോൾ എന്റെ സാക്ഷിയാകുമെന്നാ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആത്മാക്കളെ നേടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾ ഇന്ന് വിഷമിക്കണ്ട. കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ച, കർത്താവേ എനിക്കൊരു ശക്തി വേണം, ശക്തീകരണം, ഒരു എംപവർമെന്റ്, ബർഡൻ ഫോർ ദ ലോസ്റ്റ്. എനിക്കൊരു കോൺഫിഡൻസ് വേണം. എനിക്ക് ഭൂതങ്ങളെ പുറത്താക്കാൻ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്കൊരു അതോറിറ്റി വേണം. ഇതെല്ലാം വിശ്വസിക്കുന്ന അടയാളങ്ങൾ നടക്കുമെന്ന് പറഞ്ഞാൽ അതൊരു എംപവർമെന്റ് ആ ചെയ്തിരിക്കുന്നത്. വിശ്വസിക്കുക, സ്നാനമേൽക്കുകയും ചെയ്യുന്ന രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞിട്ട് ഒരു എംപവർമെന്റ് ആണ്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. ഹല്ലേലൂയ, നിങ്ങളിൽ കൂടെ നടക്കുമെന്ന് പറഞ്ഞാട്ട്. ഹല്ലേലൂയ, സ്തോത്രം. പ്രീച്ചിങ്, ഹീലിംഗ്, ഡെലിവറൻസ്, ഇത് മൂന്നും നമ്മുടെ ജീവിതത്തില് വലിയ കാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് സഹോദരിമാർക്ക്. പ്രീച്ചിങ്, ഹീലിംഗ്, മറ്റുള്ളവരുടെ ആത്മാക്കളുടെ വിടുതൽ. ഇത് ഞാൻ മൂന്നും പറഞ്ഞേക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ സ്തോത്രം, ഇത് മൂന്നുമല്ല, ഒത്തിരി കാര്യമുണ്ട്. എന്നാൽ
നമ്മുടെ മേൽ ദൈവം എംപവർമെന്റ് പകർന്നു കഴിയുമ്പോൾ, സ്തോത്രം, നമുക്ക് ആ ബോൾഡ്നെസ് വന്നു കഴിയുമ്പോൾ നമുക്ക് ആ കറേജ് ദൈവം തന്നുകൊണ്ട് നമ്മളെ നിർത്തുവാൻ തക്കൊണ്ടിടയാവും. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? എത്ര പേർക്ക് ഹല്ലേലൂയ സ്തോത്രം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്? അല്ലെ, ആ ഓരോരുത്തരെ നമ്മൾ നോക്കുമ്പോൾ, എസ്തേറിനെ നോക്കുമ്പോൾ അവൾക്ക് ഭയങ്കര കറേജ് ആയിരുന്നു ഉള്ളത്, ഇല്ലേ? ഓരോരുത്തരും പറഞ്ഞാട്ടെ, എനിക്ക് കറേജ് വേണം കർത്താവേ. എസ്തേറിന്റെ കൂട്ടം ഒരു കറേജ് വേണം. ഹല്ലേലൂയ. രൂത്തിനെ നമ്മൾ നോക്കുമ്പോൾ എന്താണ്? അവൾക്കൊരു ലോയൽറ്റി ആയിരുന്നു ഉണ്ടായിരുന്നത്. ഹല്ലേലൂയ സ്തോത്രം. എത്രമാത്രം അവൾക്ക് തീരുമാനമുള്ളവളായിരുന്നു. ഒന്ന് ഓർത്ത് നോക്കിക്കേ. നമുക്ക് തീരുമാനമുണ്ടെങ്കിൽ, നമുക്ക് ആ കറേജ് ഉണ്ടെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ, അതുപോലെ ഹല്ലേലൂയ സ്തോത്രം ഓരോ ക്വാളിറ്റിയിലാണ് അവരെ എക്യുപ്ഡ് ആക്കി വെച്ചിരിക്കുന്നത്. സ്തോത്രം. നമുക്ക് എന്തൊക്കെ ക്വാളിറ്റിയാ ദൈവം തന്നേക്കുന്നേ? അല്ലെ സ്തോത്രം. ഒത്തിരി ക്വാളിറ്റി ഉള്ളവരാ ഇവിടെ ഇരിക്കുന്നവര്, ഒത്തിരി ക്വാളിറ്റി ഉള്ളവരാ ഇവിടെ ഇരിക്കുന്നവര്, ആണോ? അല്ലെ? അങ്ങനെയാണെങ്കിൽ എന്റെ കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ, എനിക്ക് ദൈവം തന്നിരിക്കുന്ന ഏതൊക്കെ കാര്യങ്ങളാണ് അതിനകത്തൂടെ എനിക്ക് കയറി മുമ്പോട്ട് പോകണം കർത്താവേ എന്നൊന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, സ്തോത്രം, ഇപ്പൊ ദെബോറയെ നോക്കുമ്പോൾ ഒരു വലിയ ലീഡർഷിപ്പ് ആണ് അവൾക്ക്, വിത്ത് ബോൾഡ്നെസ്. എങ്ങനെയാ കിട്ടുന്നത്? അത് ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേൽ പകർന്നു കഴിയുമ്പോഴാ. ദൈവമക്കളെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണോ അത് ഇതുവരെ ചെയ്യാൻ പറ്റിയില്ലയോ, ഇന്ന് രാത്രി പറയണം, എനിക്കൊരു എംപവർമെന്റ് വേണം കർത്താവേ. ഹല്ലേലൂയ. ഇന്ന് രണ്ട് കാര്യമാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ്. അല്ലെ, നമുക്ക് നോക്കിക്കഴിഞ്ഞാല് അല്ലെ, സമരിറ്റൻ വുമണ്, അബിഗയേല്, രാഹാബ്, മേരി മദർ ഓഫ് ജീസസ്, മഗ്ദലക്കാരത്തി മറിയ, ബഥാന്യ മറിയ, ഇവരെയൊക്കെ, ബഥാന്യ മറിയെ കുറിച്ചും മഗ്ദലക്കാരത്തി മറിയെ കുറിച്ചും യേശുവിന്റെ അമ്മ മറിയെ കുറിച്ചും മാത്രം പഠിച്ചാല് അവരുടെ മേൽ ശക്തീകരണം. എന്തുവാ മറിയ എങ്ങനാ ഒരു വലിയ ഒരു ദൂതിന് ഉടമയായി തീർന്നത്? എങ്ങനെയാണ്? അല്ലയാ, ലൂക്കോസിന്റെ സുവിശേഷത്തിനകത്ത് പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അത് മാത്രം പറഞ്ഞ് ഞാൻ ഇവിടെ നിർത്തുകയാ. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരും. ഹല്ലേലൂയ. വചനമെല്ലാം അറിയാവുന്നതുകൊണ്ട് ഞാനത് എടുത്തു പറയുന്നില്ല. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിനകത്ത് 35-ാം വാക്യം, അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, the Holy Spirit will come upon you. ആ വാക്ക് ഏറ്റെടുത്താട്ടെ എല്ലാവരും. The Holy Spirit will come upon you, oh sisters. Hallelujah, dear loving sisters. Hallelujah. എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ്, and the power of the Most High will overshadow you. Hallelujah. ആ അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യം അല്ല. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. അത് പറഞ്ഞപ്പോഴത്തേക്ക് സ്തോത്രം, ഏതെല്ലാം കാര്യങ്ങൾ മാറ്റിവെച്ച് അവൾക്ക് എംപവർമെന്റ് ദൈവം കൊടുത്തു. ഹല്ലേലൂയ. എംപവർമെന്റ്, ഒരു വുമൺ എംപവർമെന്റ് ആണ് നമ്മൾ എടുക്കുന്ന സബ്ജക്ട്. ഹല്ലേലൂയ. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ എന്റെ ഹൃദയം നിറഞ്ഞിരിക്കുക നിങ്ങളോട് സംസാരിക്കാനായിട്ട്. എന്നാൽ ഹല്ലേലൂയ, നിങ്ങൾക്ക് രണ്ട് കാര്യമായി ഇന്ന് പറഞ്ഞത്. ഒന്ന്, ദൈവം നമ്മളെ എന്തിനു സൃഷ്ടിച്ചു? ദൈവത്തിന്റെ പർപ്പസ് എന്താ? ഗോഡ് ക്രിയേറ്റഡ് വിത്ത് എ പർപ്പസ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയിലും നമ്മൾ കടന്നു വരണം. ദൈവം എത്ര മനോഹരമായി നമ്മളെ സൃഷ്ടിച്ചു. ഹല്ലേലൂയ സ്തോത്രം. ഭയങ്കര അതിശയകരമായി സൃഷ്ടിച്ചു. സത്യം പറഞ്ഞ സഹോദരിമാരല്ലയോ ദൈവം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സൃഷ്ടിച്ചത്. ഞാൻ എപ്പോഴും പറയും, സഹോദരന്മാർക്ക് ഒരു നീല ഉടുപ്പും ഒരു കറുത്ത പാന്റും ഒരു വെള്ള ഉടുപ്പും ഒരു ബ്രൗൺ പാന്റും ഇതൊക്കെ ഉള്ളൂ. എന്നോട് ചോദിക്കും, പലപ്പോഴും ചോദിക്കും, ആ പാന്റ് എന്ത് ചെയ്യാം? ഞാൻ പറഞ്ഞു, നിങ്ങളുടെ എല്ലാം പാന്റ് ഒരുപോലെ ഇരിക്കുന്നത്. എനിക്കറിയത്തില്ല ഏത് പാന്റാ ഏത് ഷർട്ട് കണ്ടാ അറിയാം, പക്ഷെ പാന്റെല്ലാം ഒരുപോലെ. പക്ഷെ നമുക്ക് മൊത്തം കളറും നമുക്ക് മൊത്തം ഐഡിയയും ഡിസൈനും എല്ലാം ദൈവം തന്നിരിക്കുക അല്ലേ? ഹല്ലേലൂയ. അതെങ്കിലും ഓർത്തൊന്ന് ദൈവത്തിന് നന്ദി പറ. ലോകത്തിൽ മുഴുവൻ കിടക്കുന്നതെല്ലാം എൻജോയ് ചെയ്യാൻ സഹോദരിമാരെ ദൈവം നമ്മളെ എത്ര ബ്ലസ്ഡ് ആൾക്കാരാ നമ്മള്. ഞാനൊരു അനുഗ്രഹിക്കപ്പെട്ടവളാന്ന് എല്ലാരും പറഞ്ഞേ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവളാ. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്തെടുക്കുവാൻ ഇതുവരെ ഉള്ളതല്ല. നമ്മൾ ആരാധനയ്ക്ക് പോകുന്നുണ്ട്, നമ്മൾ അന്യഭാഷ പറയുന്നുണ്ട്, നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്. 24 മണിക്കൂർ നമ്മൾ എന്തെല്ലാം പ്രാർത്ഥനയിൽ കാര്യങ്ങൾ ചെയ്താലും പ്രവർത്തിക്കാനുള്ളതാണ് എംപവർമെന്റ്.
എംപവർമെന്റ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ഈ ലോകത്തെ നേടുവാൻ, ലോകത്തിൽ പോയി എന്തെങ്കിലും ചെയ്തെടുക്കുവാൻ, കർത്താവ് പറഞ്ഞ ദൗത്യവുമായി പോകുവാൻ എത്ര പേർക്ക് സമർപ്പിക്കാൻ വരും? അല്ല, നിങ്ങളുടെ ബലംകാരങ്ങൾ എനിക്ക് കാണുന്നില്ലെങ്കിലും ഉയർത്തിപ്പിടിച്ചാട്ട് ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് വലിയ പ്ലാനും പദ്ധതിയുള്ളവരാ കടന്നു വന്നവര്. ഇന്ന് രാത്രി അവരെ സമർപ്പിക്കുന്ന കർത്താവേ, ഓരോ ശബലകരീബലവ കർത്താവേ, ഒരു എംപവർമെന്റ് ഈ സൂമിൽ കൂടെ ആണെങ്കിലും ദൈവം അവരുടെ മേൽ കൊടുക്കണമേ. ഇതുവരെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിന് വേണ്ടി ഹല്ലേലൂയ നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ, ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം കർത്താവേ, അനേക ആത്മാക്കളെ നേടുന്നവരായി, അനേക ഹല്ലേലൂയ കർത്താവേ രോഗികളെ സൗഖ്യമാക്കുന്നവരായി, ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം, ബന്ധിക്കപ്പെട്ടവരെ പുറത്തു കൊണ്ടുവരുന്നവരായി, ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്നവർ, അല്ലെങ്കിൽ ആ ഒരു എംപവർമെന്റ് ഈ സൂമിൽ കൂടെ ആണെങ്കിലും ഈ കടന്നു വന്ന സഹോദരിമാരുടെ മേൽ യേശുവേ അവരുടെ സമയം വേർതിരിച്ച് സമർപ്പണത്തോടെ കടന്നു വന്നവരെ ദൈവം വെറുതെ അയക്കാതെ ഹല്ലേലൂയ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവരുടെ മേല് ഈ നിമിഷം തന്നെ ഒരു ഹല്ലേലൂയ ശക്തീകരണം ദൈവം അയക്കുന്നതിനായി സ്തോത്രം. എന്റെ ആത്മാവിൽ അത് കാണുന്നു, പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന കർത്താവേ, അങ്ങയുടെ നാമം എല്ലാത്തിലും മഹത്വം എടുത്താട്ടെ. ഹല്ലേലൂയ സ്തോത്രം. തിരുനാമ മഹത്വത്തിനായിട്ട് എല്ലാം ചെയ്യും. ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതിക്കായിട്ട് ഒരുക്കണമെന്ന് പ്രാർത്ഥിച്ച് ബലമുള്ള കരത്തിൽ സമർപ്പിക്കുന്ന കർത്താവേ, തിരുനാമ മഹത്വം എടുക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. മഞ്ജു പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ.